Physics, Unit 5, Chapter 7, Motion of System of Particles and Rigid Body. And today this is class number 60, Rotation, Questions and Answers, Class 11 Physics for HSC, CBSE and ISC students. ഇത് ക്ലാസ് 11 ഫിസിക്സ് +1 HSC, CBSE, ISC സ്റ്റുഡൻസിനുള്ളതാണ്. ഇന്ന് റൊട്ടേഷൻ്റെ ചില ക്വസ്റ്റ്യൻസ് ആൻസേഴ്സാണ്. റൊട്ടേഷണൽ ഡൈനാമിക്സ്, മോഷൻ ഓഫ് സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസ് ആൻഡ് റിജിഡ് ബോഡി. റൊട്ടേഷണൽ ഡൈനാമിക്സ് അതിനകത്തുള്ള ചില ക്വസ്റ്റ്യൻസ് ആൻസേഴ്സ് അതാണ് ഡിസ്കസ് ചെയ്യുന്നത്. A few questions and their answers are given here. What is the first question? The first question is, what is the rotational analog of force? ഫോഴ്സിന് പകരം റൊട്ടേഷനകത്ത് പറയുന്ന ക്വാണ്ടിറ്റി ഏതാണ്? ഫോഴ്സിന് പകരമുള്ള സിമിലർ ആയിട്ടുള്ള റൊട്ടേഷനകത്തുള്ള ക്വാണ്ടിറ്റി ഏതാണ്? ആൻസർ ടോർക്കാണ്. നമ്പർ 2, ഡു ടോർക്ക് ആൻഡ് വർക്ക് ഹാവ് ദ സെയിം ഫിസിക്കൽ മീനിങ്? ടോർക്കിനും ഈ വർക്കിനും ഒരേ ഫിസിക്കൽ മീനിങ് ആണോ, ഓരോ ഭൗതികമായിട്ടുള്ള അർത്ഥമാണോ ഉള്ളത്? ആൻസർ നോ, ദ ഫിസിക്കൽ മീനിങ് ഓഫ് ടോർക്ക് ആൻഡ് വർക്ക് ഈസ് ഡിഫറൻറ്റ്. അവ രണ്ടിൻ്റെയും ഫിസിക്കൽ മീനിങ് വ്യത്യസ്തമാണ്. ടോർക്കല്ല വർക്ക് എന്ന് പറയുന്നത്. Next, number 3, dimensions of torque are the same as that of work or energy. Is torque a scalar quantity like work? ഈ എനർജിയുടെയും വർക്കിൻ്റെയും ഡയമെൻഷൻ തന്നെയാണ് ടോർക്കിൻ്റെ ഡയമെൻഷൻ എന്ന് കരുതി ടോർക്ക് ഒരു സ്കെലാർ ക്വാണ്ടിറ്റിയാണ്, വർക്ക് സ്കെലറാണ്. അപ്പോൾ ടോർക്ക് സ്കെലാർ ക്വാണ്ടിറ്റി ആകുമോ എന്നാണ് ചോദ്യം. ആൻസർ നോ, ടോർക്ക് ഇസ് എ വെക്റ്റർ ക്വാണ്ടിറ്റി. നമ്പർ 4, വാട്ട് ഈസ് ദി ലീനിയർ വെലോസിറ്റി ഓഫ് എ പാർട്ടിക്കിൾ ഓഫ് എ റിജിഡ് ബോഡി അറ്റ് ദി ആക്സിസ് ഓഫ് റൊട്ടേഷൻ? ആക്സിസ് ഓഫ് റൊട്ടേഷനിൽ ഒരു പാർട്ടിക്കിൾ എടുത്താൽ ആ പാർട്ടിക്കിളിൻ്റെ ലീനിയർ വെലോസിറ്റി എന്താണ്? 0 ആണ്. കാരണം വി ഈസ് ആർ ഒമേഗയാണ്. ആക്സിൽ വരുമ്പോൾ ഈ ആറിൻ്റെ വാല്യൂ, റേഡിയസിൻ്റെ വാല്യൂ 0 ആയിട്ട് മാറും. ആ കാരണം കൊണ്ട് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ആംഗുലർ വെലോസിറ്റി ആർ ഒമേഗ എന്നുള്ളത് 0 × ഒമേഗ 0 ആയിട്ട് മാറും. Next question, number 5. Can a torque be balanced by a single force? Explain. ടോർക്കിനെ നമുക്ക് ഒരു സിംഗിൾ ഫോഴ്സ് കൊണ്ട് ബാലൻസ് ചെയ്യാൻ പറ്റുമോ? ടോർക്കിനെ ഒരു സിംഗിൾ ഫോഴ്സ് കൊണ്ട് ബാലൻസ് ചെയ്യാനായിട്ട് പറ്റുമോ? Can a torque be balanced by a single force? Explain. Answer, the effect of a torque is to produce angular acceleration and that of the force is to produce linear acceleration. Because the effects of both torque and force are entirely different, therefore a torque cannot be balanced by a single force. You see the answer. The effect of a torque is to produce angular acceleration and that of the force is to produce linear acceleration. ടോർക്ക് ഉണ്ടാക്കുന്നത് ആംഗുലർ ആക്സലേഷൻ ആണ്, പക്ഷേ ലീനിയർ ആക്സലേഷന് കാരണം ഫോഴ്സാണ്. ബിക്കോസ് ദി എഫക്ട്സ് ഓഫ് ബോത്ത് ടോർക്ക് ആൻഡ് ഫോഴ്സസ് ആർ entirely different, രണ്ടേ വ്യത്യസ്തമാണ്. Therefore, the torque cannot be balanced by a single force. ടോർക്കിനെ സിംഗിൾ ഫോഴ്സ് കൊണ്ട് നമുക്ക് ബാലൻസ് ചെയ്യാൻ പറ്റത്തില്ല. നമ്പർ 6, if a body is rotating, is it necessary being acted upon by an external force? ഒരു ഫോഴ്സ് കറങ്ങാനായിട്ട് എക്സ്റ്റേണൽ ഫോഴ്സിൻ്റെ ആവശ്യമുണ്ടോ എന്നുള്ളതാണ്. ഒരു ബോഡി കറങ്ങാനായിട്ട്, എ ബോഡി ഈസ് റൊട്ടേറ്റിംഗ്, ഒരു ബോഡി കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. Then is it necessarily being acted upon by an external force? അതാണ് ചോദ്യം. ഒരു വസ്തു കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്, അപ്പം അതിൻ്റെ പുറത്ത് ഒരു എക്സ്റ്റേണൽ ടോർക്ക് പ്രവർത്തിക്കുന്നുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. നോ, ടോർക്ക് ഈസ് റിക്വയർഡ് ഓൺലി ഫോർ പ്രൊഡ്യൂസിങ് ആംഗുലർ ആക്സലേഷൻ. ആംഗുലർ ആക്സലേഷൻ സൃഷ്ടിക്കാൻ വേണ്ടി മാത്രം, അല്ലെങ്കിൽ ആംഗുലർ വെലോസിറ്റി കൂട്ടാനോ കുറക്കാനോ വേണ്ടി മാത്രമാണ് ടോർക്ക് ആവശ്യമായിട്ട് വരുന്നത്. A body rotates with constant angular velocity if no external force acts on it. ഒരു വസ്തു കോൺസ്റ്റന്റ് ആംഗുലർ വെലോസിറ്റിയിൽ പ്രവർത്തിക്കുകയാണെങ്കിൽ അതിൻ്റെ പുറത്ത് എക്സ്റ്റേണൽ ടോർക്കിൻ്റെ ആവശ്യമില്ല, പ്രവർത്തിക്കേണ്ടതില്ല. ആംഗുലർ വെലോസിറ്റി കൂട്ടാനും കുറയ്ക്കാനുമാണ് ടോർക്കിൻ്റെ ആവശ്യം. Number 7, if Earth contracts to half its radius, what would be the duration of the day? ഇത് ഗ്രാവിറ്റേഷൻ ചോദിക്കുന്ന ചോദ്യമാണ്. If Earth contracts to half its radius, what would be the duration of day? ഭൂമി അതിൻ്റെ റേഡിയസ് മാസിന് മാറ്റമില്ലാതെ
റേഡിയസ് പകുതിയാക്കി കുറച്ചാൽ ഈ ഡ്യൂറേഷൻ ഓഫ് ഡേ എന്തായിട്ട് മാറും? ഇപ്പോൾ 24 മണിക്കൂറാണ് ഒരു ദിവസം, അത് എത്ര മണിക്കൂറായിട്ട് മാറും? ഉത്തരം 6 മണിക്കൂറായിട്ട് കുറയുമെന്നുള്ളതാണ്. ഭൂമിയുടെ റേഡിയസ് നേർപകുതിയായാൽ, മാസിന് മാറ്റമില്ലാതെ നേർപകുതിയായാൽ ഡ്യൂറേഷൻ 24 മണിക്കൂർ 6 ദിവസമായിട്ട് മാറും. അതിൻ്റെ പ്രൂഫ് ഇതാണ്. അക്കോർഡിംഗ് ടു ഓഫ് കൺസർവേഷൻ ഓഫ് ആംഗുലർ മൊമെൻറ്റം I1 omega 1 is equal to I2 omega 2, or I omega is a constant, L is a constant. I1 omega 1 is equal to I2 omega 2. That is I1 by T1 is I2 by T2. What's the reason? Omega is 2 pi by T ആണ് period. ഇപ്പോൾ omega 1 2 pi by T1, omega 2 2 pi by T2, 2 pi cancels. So we get I1 by T1 is equal to I2 by T2. T2 is equal to therefore I1 by I2 into T1. For earth, for sphere, I1 is 2 by 5 mr square, I2 is 2 by 5 m r by 2 square, because radius is halved. So on substitution we get T2. T2 is equal to 1 by 4 into 24. 1 by 4 into 24. ഇവിടെ ഒരു 1/4 വരുമല്ലോ I1 I2 കാണുമ്പോൾ. I1 2 by 5 mr സ്ക്വയർ ആണ്, I2 2 by 5 m into r by 2 സ്ക്വയർ ആണ്. അത് ഭാഗിക്കുമ്പോൾ I1 I2 കാണുമ്പോൾ നമുക്ക് ഒരു 4 എന്ന് കിട്ടും. ആ 4 മുകളിൽ കൊടുക്കണം. T2 ഈസ് I2 by I1. അപ്പോൾ അവിടെ 1/4 എന്ന് വരും. T1 24 hour, അപ്പോൾ 6 hour എന്ന് കിട്ടും. ഓർത്തിരിക്കണം, ഭൂമി കോൺട്രാക്ട് ചെയ്താൽ അതിൻ്റെ ഡ്യൂറേഷൻ ഓഫ് ഡേ 6 മണിക്കൂറായിട്ട് കുറയും. ശരിക്കും പറഞ്ഞാൽ അത് 24/n² ആണ്. n² എന്ന് പറയും. അപ്പോൾ n എന്ന് പറയുന്നത് ഈ റേഡിയസ് പകുതിയാക്കിയാൽ n2 ആണ്. റേഡിയസ് 4 നോക്കിയാൽ n4 ആണ് എന്നാണ് അർത്ഥം. നമ്പർ 8. വാട്ട് ഈസ് ദ റേഷ്യോ ഓഫ് SI യൂണിറ്റ്സ് ടു CGS യൂണിറ്റ്സ് ഓഫ് മൊമെൻ്റ് ഓഫ് ഇനർഷ്യ? മൊമെൻ്റ് ഓഫ് ഇനർഷ്യയുടെ യൂണിറ്റ് എടുത്ത് നമ്മൾ കൺവേർട്ട് ചെയ്താൽ SI യൂണിറ്റിൻ്റെയും CGS യൂണിറ്റിൻ്റെയും മാഗ്നിറ്റ്യൂഡ് റേഷ്യോ എന്തായിട്ട് വരും? 10⁻⁷. കാരണം നമുക്കറിയാം, വി നോ SI യൂണിറ്റ് ഓഫ് MI ഈസ് കിലോഗ്രാം മീറ്റർ സ്ക്വയർ. കിലോഗ്രാം മീറ്റർ സ്ക്വയർ ഈസ് 1000 gram into 100 into 100 centimeter square. So there is a 10⁻⁷ factor. So the ratio becomes 10⁻⁷. Number 9. Does the radius of gyration depend on the angular velocity of the body? അത് നമ്മൾ നേരത്തെ മൊമെൻ്റ് ഓഫ് ഇനർഷ്യ പറഞ്ഞതാണ്. മൊമെൻ്റ് ഓഫ് ഇനർഷ്യ ഈസ് mk² ആണ്. മൊമെൻ്റ് ഓഫ് ഇനർഷ്യ ഈസ് നോട്ട് എ കോൺസ്റ്റന്റ് ഫോർ എ ബോഡി. So radius of gyration is a constant for a body. It depends on the axis of rotation. മൊമെൻ്റ് ഓഫ് ഇനർഷ്യ പോലെ റേഡിയസ് ഓഫ് ഗൈറേഷനും ഒരു വസ്തുവിനെ സംബന്ധിച്ച് കോൺസ്റ്റൻ്റ് അല്ല. ആ വസ്തു റൊട്ടേറ്റ് ചെയ്യുന്ന ആക്സിസിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് MIയും അതുപോലെ Kയും, ഈ റേഡിയസ് ഓഫ് ഗൈറേഷൻ Kയും ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഡസ് ദി റേഡിയസ് ഓഫ് ഗൈറേഷൻ ഡിപ്പെൻഡ് ഓൺ ദി ആംഗുലർ വെലോസിറ്റി ഓഫ് ദി ബോഡി? നോ. ആൻസർ നോയാണ്. അത് ആക്സിസ് റൊട്ടേഷനെ ആശ്രയിക്കുന്നതാണ്. നമ്പർ 10. The speed of inner layers of the whirlwind in a tornado is alarmingly high. Explain why. ഒരു ചുഴലിക്കാറ്റിൻ്റെ ഉൾഭാഗത്ത് ശക്തമായ വെലോസിറ്റി ആയിരിക്കും കാറ്റിന്. എന്താ കാരണം? The speed of inner layers of a whirlwind, ചുഴലിക്കാറ്റ്, in a tornado is alarmingly high. Explain why. ചുഴലിക്കാറ്റിൻ്റെ ഉൾഭാഗത്ത് കാറ്റിന് റൊട്ടേറ്റിംഗ് സ്പീഡ് കൂടുതലാണ്. കാരണം എന്താണ്? അതിൻ്റെ കാരണം നമ്മൾ ഈ കൺസർവേഷൻ ഓഫ് ആംഗുലാർ മൊമെൻ്റം വെച്ചിട്ടാണ് പറയുന്നത്. ദ ഇന്നർ ലെയേഴ്സ് ഓഫ് ദി whirlwind in a tornado are closer to the axis of rotation. It means the moment of inertia of air molecules of inner layers is small. Therefore, in accordance with the law of conservation of angular momentum, I omega is constant. That is the conservation law. The angular speed of the inner layers of the whirlwind in a tornado is very high. അപ്പോൾ അകത്ത് നമ്മൾ എയർ മോളിക്യൂൾ എടുത്താൽ I കുറവാണ്, ഒമേഗ കൂടുതലായിരിക്കും. ഇന്നർ ലെയർ ശക്തമായ സ്പീഡിൽ റൊട്ടേറ്റ് ചെയ്യും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ.
Next question 11. Is torque scalar or vector quantity? Answer, vector quantity. Number 12. A body is moving in a circle of radius r centimeter at a speed of v centimeter second raised to minus 1. What is the angular velocity? Omega is v by r. Unity radians second raised to minus 1. Next question. Is moment of inertia a scalar or vector quantity? Answer, moment of inertia is a scalar quantity. Actually, moment of inertia is a tensor. Tensor you have not studied. So for the convenience, now we say it's a scalar quantity. Moment of inertia സ്കെയിലാറും അല്ല വെക്ടറും അല്ല, അത് വെക്ടർ ലൈക്ക് എ ക്വാണ്ടിറ്റിയാണ്, അതിനെ ടെൻസർ എന്ന് പറയും. അപ്പോൾ ടെൻസർ വെക്ടറായിട്ട് എഴുതാറില്ല, അതുകൊണ്ട് ഇവിടെ നമ്മളത് സ്കെയിലാർ, നമുക്ക് സ്കെയിലാറും വെക്ടറും മാത്രമേ അറിയുള്ളൂ. അപ്പോൾ ഉയർന്ന ക്ലാസ്സിൽ ടെൻസർ പഠിക്കുമ്പോൾ അതിൻ്റെ എക്സാമ്പിളാണ് മൊമെൻ്റ് ഓഫ് ഇനർഷ്യ. ഇവിടെ മൊമെൻ്റ് ഓഫ് ഇനർഷ്യ സ്കെയിലാർ ക്വാണ്ടിറ്റി ആയിട്ട് വിചാരിക്കണം. നമ്പർ 14. ഷുഡ് ദി സെൻറ്റർ ഓഫ് മാസ് ഓഫ് എ ബോഡി നെസസറിലി ലൈ ഇൻസൈഡ് ദി ബോഡി എക്സ്പ്ലെയിൻ? ഒരു വസ്തുവിൻ്റെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി ആ വസ്തുവിൻ്റെ ആ ബോഡിയുടെ ഇൻസൈഡ് തന്നെ വരണമെന്നുണ്ടോ എന്നാണ്. ഇൻസൈഡ് തന്നെ വരണമെന്നുണ്ടോ? ആൻസർ, നോ, ഇറ്റ് മേ ബി ഔട്ട്സൈഡ് ദി ബോഡി. ഇൻ ദ കേസ് ഓഫ്, നമ്മൾ നേരത്തെ കണ്ട ക്വസ്റ്റ്യനാണ്, ഇൻ ദ കേസ് ഓഫ് സെമി സർക്കുലർ റിങ് ഓർ circular ring, it is at the center which is outside the ring, outside the material. Circular ring ആണ് outside the material, annular ring ആണ് outside the ring എന്നൊക്കെ പറയാം. Number 15. Which physical quantity is represented by the product of moment of inertia and angular acceleration? Torque you know it is I alpha. Number 16. What is the unit of torque? Newton meter. Number 17. Is radius of gyration a constant quantity? No, radius of gyration depends on the axis of rotation of the body. Number 18. The instantaneous angular velocity of circular disk at t is given by omega is equal to 2.0 radian second raised to minus 3 into r cubed, r square, outside the bracket r square. What is the instantaneous acceleration of the disk at 2.0 second? അപ്പോൾ ഇവിടെ ഇൻസ്റ്റൻറ്റേനിയസ് ആക്സലേഷൻ കണ്ടുപിടിക്കണം. ഇൻസ്റ്റൻറ്റേനിയസ് വെലോസിറ്റി ഇൻ ടേംസ് ഓഫ് ടി സ്ക്വയർ നമുക്ക് തന്നിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ ആ യൂണിറ്റ് തൽക്കാലം മാറ്റി വെക്കുക. അപ്പോൾ 2t square is omega. 2t square is omega. So acceleration is d omega by dt. Differentiate 2t square, we get 2 into 2t 40. Given t is equal to 2.0 second, therefore alpha angular acceleration is 4 into 2, 8 radian second raised to minus 2. Number 19. നമ്മൾ നേരത്തെ കണ്ട ക്വസ്റ്റിൻ്റെ മറ്റൊരു വെർഷനാണ്. If earth is suddenly contracted to 1 by nth, 1 by 2 വരെ 1 by nth of its present size without any change in mass, calculate the duration of the new day. ഭൂമിയുടെ റേഡിയസ്, ഭൂമി കോൺട്രാക്ട് ചെയ്യാണ്, ഇപ്പോഴത്തെ സൈസുകൾ ഉദ്ദേശിക്കുന്ന റേഡിയസ് ആണ് 1 by nth ആയിട്ട്, മാസിന് മാറ്റമില്ലാതെ. If the earth is suddenly contracted to 1 by nth of the present size without any change in mass, calculate the duration of the new day. Answer, we have r1 square by t1 is equal to r2 square by t2. I1 omega 1 is I2 omega 2. For earth, you know, I is 2 by 5 mr square. When we put that value and cancelling constant and m, we get r1 square by t1 is r2 square by t2. Omega is 2 pi by t. Omega is 2 pi by t. That also you have to put there. Therefore, t2 is r2 by r1 whole square into t1 into t1. That equation we have rewritten. R2 by R1. R2 by R1 is given as 1 by n. So R2 by R1 square is 1 by n square into 24. That is the answer. If it is reduced to half, if the size is reduced to half, in the denominator we get n square is equal to 2 square of 4. The answer is 6 hour. We have seen that answer previously. 20th question. A force F is equal to 2i plus 3j minus 2k acts on a particle whose coordinates are 1, 2, minus 3. Calculate the
torque acting on the particle. Force is given and a coordinate of a point is given, particle coordinate is given, so we can calculate distance and here to find the torque. Given f is equal to 2i plus 3j minus 2k, and using the coordinate of the point, we have to make the radius vector r is equal to 1i plus 2j minus 3k, 1, 2, minus 3. So we make the vector as 1i plus 2j minus 3k, and torque is r cross f, Torque is r cross f, and that is measured in the form determinant. This we read as determinant, ijk 2, 3, minus 2, the coefficient of first vector, r, and next is coefficient of second vector, r cross f, or f cross r. If you take f cross r, there is a minus sign. And this is the vector expansion. I into vector I determinant expand ചെയ്യുന്ന അറിയാമല്ലോ. I എടുത്തു കഴിഞ്ഞാൽ ആ റോയും കോളവും കഴിഞ്ഞിട്ട് ബാക്കി എഴുതണം. പിന്നെ മൈനസ് എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ റോയും കോളവും മാറ്റണം. കെ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ കോളവും റോയും മാറ്റിയിട്ട് ഇതുപോലെ ഈ കാണുന്ന പോലെ എഴുതണം. നോക്കൂ, I into 3 minus 2, 2 minus 3, minus j into 2 minus 2, 1 minus 3, plus k into 2, 3, 1, 1. Then we expand. I into അത് കോണോട് കോൺ ഗുണിച്ച് സബ്ട്രാക്ട് ചെയ്യണം. ആ ഓരോ രണ്ട് ലൈൻ ഇടയ്ക്കുള്ള സംഖ്യകൾ കോണോട് കോൺ ഗുണിച്ചിട്ട് സബ്ട്രാക്ട് ചെയ്യണം. ദാറ്റ് ഈസ് I into minus 9 plus 4. Minus 4 becomes minus plus 4. Minus j into minus 6 plus 2 plus k into 2 into 2, 4 minus 2. Remove the bracket, we get I into minus 5, minus j into minus 4 plus k into 1. The magnitude of the vector, you know it. If a is equal to a1i plus a2j plus a3k, then magnitude is root of a1 square plus a2 square plus a3 square. In that manner we write, we get root of minus 5 square plus minus 4 square plus 1 square. The answer is root of 25 plus 16 plus 1 equal to 6.5 units. You add them and take a root. 42 root. That is 6.5 units. Next question. Calculate the torque acting about the origin for F is equal to mgj and r is equal to xi plus yj. So here you can write as in the determinant form or simply multiply. If only two I and j are given, so we can simply multiply. F is mgj and r is xi plus yj. When we multiply, we take tau r cross f, xi plus yj into mgj. Multiply inside, and first term is mgx into I cross j, the second term is mgy, the j cross j. J cross j is equal to 0. And I cross j is equal to k. So answer is mgk. Next question. Angular moment of a system is conserved if its ma is changed. Is its rotational k is also conserved? Answer. അതായത് ആംഗുലർ മൊമെൻ്റ് കൺസർവ്ഡ് ആണ് എന്ന് കരുതി ഒരു വസ്തുവിൻ്റെ റൊട്ടേഷണൽ കൈനറ്റിക് എനർജി കൺസർവ്ഡ് ആണെന്ന് അല്ലെന്നാണ് ഉത്തരം. Kinetic energy of rotation, half omega square we can write as half I omega into omega. I omega is L. Half L omega. L is a constant. L is conserved, but omega is not conserved. So in that case, K is not conserved. L is I omega is a constant. If moment of inertia of the system changes, it means as I changes, then omega also changes to keep I omega L constant. Therefore, K of rotation
also changes with the change in I. In other words, rotation K is not considerable. വളരെ സിമ്പിളായിട്ട് പറയാം, ഇത്ര പറയണമെന്നില്ല. K is half I omega square ആണ്. ഹാഫ് ഐ ഒമേഗ ഇൻറ്റു ഒമേഗ, ഐ ഒമേഗ എൽ ആണ്. എൽ ഒമേഗ എന്ന് കിട്ടും, ഹാഫ് എൽ ഒമേഗ. എൽ ഈസ് കൺസർവ്ഡ്, ബട്ട് ഒമേഗ ഈസ് നോട്ട് കൺസർവ്ഡ്. സോ in that case we can say K is not conserved. That is all with the 16th lecture. With this, the chapter system of particles and rigid bodies over, and in the next class we start the new chapter 8, that is gravitation. Thank you very much.